ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ തുടങ്ങി. വർണ്ണ വൈവിധ്യങ്ങളുടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് തുടങ്ങിയത്. ചടുല താളത്തോടെ ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘവും പേട്ടതുള്ളും. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത്. എരുമേലിയിൽ നിന്നും ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, ചരിത്രപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പേട്ടതുള്ളൽ എന്നുള്ളത്. മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ളതാണ്. എത്രത്തോളം ഭക്തി സാന്ദ്രമാണ് എരുമേലി? ആലങ്ങാട്ടുകാരുടെ പേട്ടതുള്ളൽ എപ്പോഴായിരിക്കും തുടങ്ങുക? പ്രതീക്ഷ, അമ്പലപ്പുഴക്കാരുടെ പേട്ടതുള്ളൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഈ പിന്നിൽ കാണുന്ന പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളി എത്തിയ സംഘം അതിന് പിന്നാലെ ഈ വാവരപ്പള്ളിയിൽ കയറി പ്രദർശനം വച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ അമ്പലപ്പുഴക്കാരുടെ സംഘം വലിയമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സംഘം വലിയമ്പലത്തിലേക്ക് എത്തും. അതിന് പിന്നാലെ ഏകദേശം 2:30 ആലങ്ങാട്ടുകാരുടെ പേട്ടതുള്ളൽ തുടങ്ങുക. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു നേരത്തെയൊക്കെ എരുമേലി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഭക്തർക്ക് പുറമെ, അയ്യപ്പ ഭക്തർക്ക് പുറമെ ഇതര സംസ്ഥാനത്തുള്ള അയ്യപ്പ ഭക്തരാണ് പ്രധാനമായും എരുമേലിയിൽ ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇതിലുള്ള അയ്യപ്പ ഭക്തരാണ് പ്രധാനമായും ഈ പേട്ടതുള്ളലിന് വേണ്ടി ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് പുറമെ തന്നെ 1000-ഓളം വരുന്ന ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ പേട്ടതുള്ളൽ കാണുന്നതിന് വേണ്ടിയൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും ഈ പള്ളിക്ക് മുന്നിലും അതുപോലെ തന്നെ അമ്പലത്തിന് മുന്നിലും ഒക്കെ ആയിട്ട് ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ കഥ പറയുന്ന എരുമേലിയിൽ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2:30 ആലങ്ങാട്ടുകാരുടെ പേട്ടതുള്ളലും ഇവിടെ ഉണ്ടാകും. ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ചരിത്രപരവും മതസൗഹാർദ്ദത്തിൻ്റെ ഐതിഹ്യ കഥകളൊക്കെ തന്നെ വ്യക്തമാക്കുന്ന പേട്ടതുള്ളൽ അങ്ങനെ കൊട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നു. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലാണ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കും. അങ്ങനെ കൊട്ടിക്കയറുകയാണ്. ഷിനോജ്, ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്തവണ ഒരുപാട് ഭക്തർ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി മകരവിളക്കാണ് 2 നാൾ കഴിഞ്ഞാൽ. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ എത്രത്തോളം ഉണ്ട്? പ്രതീക്ഷ, രാവിലെ മുതൽ തന്നെ കനത്ത തിരക്കാണ് ഈ എരുമേലി ഭാഗത്ത് ഉണ്ടത്. അതിനാൽ തന്നെ നേരത്തെ തന്നെ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള താലൂക്ക് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കുമൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ കനത്ത തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു വലിയ പോലീസ് സന്നാഹം, പ്രത്യേകിച്ച് ഡിവൈഎസ്പിമാരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം എരുമേലിയിൽ ഇപ്പോൾ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾക്കും അതുപോലെ തന്നെ നിയന്ത്രണമുണ്ട്. ഏകദേശം 2-3 റൂട്ട് വഴി വാഹനങ്ങൾ ഗതാഗതം വഴിതിരിച്ചു വിടാനുള്ള ഒക്കെ കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ അവധിയും ഒക്കെ ആയതിനാൽ തന്നെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ എരുമേലിയിൽ ഇത്തരത്തിലുള്ള പേട്ടതുള്ളൽ കാണുന്നതിന് വേണ്ടി ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ തിരക്കില്ലാതെ ഇത്തരത്തിൽ പേട്ടതുള്ളൽ കണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടമൊക്കെ ഇതിനു വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളുമൊക്കെ പോലീസിന് നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ തിരക്ക് പരമാവധി ഇല്ലാത്ത രീതിയിൽ, വളരെ തിരക്കില്ലാത്ത രീതിയിൽ പേട്ടതുള്ളൽ കണ്ട് ആസ്വദിച്ച് ഭക്തർക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും നിലവിലുണ്ടായിരിക്കുന്നത്. ഷിനോജ് പറഞ്ഞതുപോലെ ഇത്തവണ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അയ്യപ്പ ചരിത്രത്തെ ആസ്പദമാക്കിയുള്ള ഐതിഹ്യത്തിൻ്റെ ഭാഗമാണ് ഈ എരുമേലി പേട്ടതുള്ളൽ എന്നത്. അയ്യപ്പ ചിന്തകത്വം എന്ന വരികളൊക്കെ തന്നെ അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് എരുമേലി പേട്ടതുള്ളൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ സംഘത്തിൻ്റെ എരുമേലി പേട്ടതുള്ളലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം ആലങ്ങാട്ട് സംഘത്തിൻ്റെയും പേട്ടതുള്ളൽ ആരംഭിക്കാൻ പോവുകയാണ്. ഭക്തിസാന്ദ്രമാണ്. നിരവധി ഭക്തർ ഇത്തവണ പേട്ടതുള്ളലിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അങ്ങനെ കൊട്ടിക്കയറുകയാണ്. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലാണ് ഇപ്പോൾ
ഒരുപാട് കുരുന്നുകളെയൊക്കെ കാണാം. ചായം പൂശി വ്രതമെടുത്ത് എരുമേലിയിലേക്ക് എത്തുന്ന നിരവധി ഭക്തർ. അവർക്കൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഭക്തിയുടെ നിറവിലാണ്, ശരണം വിളി മുഴക്കിയാണ് അവർ എത്തുന്നത്. അങ്ങനെ എരുമേലിയിലെ പള്ളിയിലും സന്ദർശനം നടത്തുക, അല്ലെങ്കിൽ ആ പള്ളിയെ വലം വയ്ക്കുക, ഇതൊക്കെ തന്നെ ആചാരപരമായിട്ടുള്ള മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു പ്രതീകമായി പേട്ടതുള്ളിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഭക്തർ ഇത്തവണ എരുമേലിയിലേക്ക് എത്തുന്നുണ്ട്. എരുമേലി ദർശനവും കഴിഞ്ഞ് പേട്ടതുള്ളി അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളലിന് ഒപ്പം ചേർന്നുകൊണ്ട് ശരണം വിളിയുമായിട്ടാണ് ശബരിമലയിലേക്ക് നീങ്ങുന്നത്. മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരം കൂടിയാണിത്.